ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സെയിൽഫോഴ്സ് മലയാളം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് റെക്കോർഡ് ടൈപ്സിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ജോബിന് വേണ്ടി സെർച്ച് ചെയ്യുകയാണോ, അതല്ലെങ്കിൽ നിങ്ങളൊരു ജോബ് ചേഞ്ച് ആഗ്രഹിക്കുന്നവരാണോ, എങ്കിൽ തീർച്ചയായിട്ടും സെയിൽഫോഴ്സ് ഒരു നല്ല ഓപ്ഷനാണ്. സെയിൽഫോഴ്സിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ കോംപ്രഹെൻസീവ് സെയിൽഫോഴ്സ് ലേണിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സെയിൽഫോഴ്സ് അഡ്മിനിസ്ട്രേഷനും സെയിൽഫോഴ്സ് ഡെവലപ്മെൻറ്റും ഞങ്ങൾ ഈ കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സെയിൽഫോഴ്സ് ഡെവലപ്മെൻറ്റാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏതൊരാൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ലേണിംഗ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സെയിൽഫോഴ്സ് മലയാളം. അപ്പോൾ എന്താണ് റെക്കോർഡ് ടൈപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ്സിൻ്റെ നീഡ്സ് അനുസരിച്ച് ഒരു ഒബ്ജക്റ്റിനകത്തുള്ള റെക്കോർഡ്സുകളുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ് റെക്കോർഡ് ടൈപ്സ്. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഓർഗ് ഉണ്ടാവും. നിങ്ങൾ അതേ ഓർഗ് തന്നെ മൾട്ടിപ്പിൾ പർപ്പസിന് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്. ഉദാഹരണം, നിങ്ങൾക്ക് ഒന്നിലധികം ബിസിനസ് ഉണ്ടാവും. നിങ്ങൾക്കൊരു മൊബൈൽ ഷോപ്പ് ഉണ്ടാകാം, അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ ഷോപ്പ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഷോപ്പിന് വേണ്ടിയിട്ടും കമ്പ്യൂട്ടർ ഷോപ്പിന് വേണ്ടിയിട്ടും ഡിഫറെൻറ്റ് ലൈസൻസ് വാങ്ങാൻ പറ്റില്ല, കാരണം അത് കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓർഗിനെയും അതുപോലെ അതിനകത്തുള്ള എല്ലാ ഒബ്ജക്റ്റുകളെയും ഫീൽഡ്സിനെയും നമ്മുടെ വ്യത്യസ്തമായ ബിസിനസ്സുകൾക്ക് വേണ്ടി വിവിധ രീതിയിൽ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഒരേ ഒബ്ജക്റ്റിനെയും അതിനകത്തെ ഫീൽഡ്സിനെയും അതുപോലെ തന്നെ അതിനകത്തുള്ള പിക്ലിസ്റ്റ് ഫീൽഡ്സിനെയും എല്ലാം തന്നെ നമ്മുടെ ആവശ്യാനുസരണം കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ശരിക്കും റെക്കോർഡ് ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനിടെ ഞാൻ ആദ്യം എൻ്റെ ഓർഗിലായിട്ട് ലോഗിൻ ചെയ്യുകയാണ്. ഓൾ റൈറ്റ്, ഇവിടെ നമ്മൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്ക് പോകാം. സോ ഇവിടെ നമുക്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കാണാനില്ല. സോ നമുക്കിവിടെ ആപ്പ് ലോഞ്ചിൽ നിന്ന് അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മളൊരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ്ലി നമുക്കൊരു അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഒരു സിംഗിൾ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ആലോചിക്കുക, ഇതേ അക്കൗണ്ട് നമുക്ക് ഒന്നിലധികം പർപ്പസിന് വേണ്ടി ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു മൊബൈൽ ഷോപ്പുണ്ട്, അതുപോലെ തന്നെ എനിക്കൊരു കമ്പ്യൂട്ടർ ഷോപ്പുണ്ട്. അപ്പോൾ മൊബൈൽ ഷോപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് മാത്രം എനിക്ക് കണ്ടാൽ മതി. അതുപോലെ തന്നെ ഞാൻ കമ്പ്യൂട്ടർ ഷോപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ എനിക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് വിസിബിൾ ആയിരിക്കണം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ നോക്കാം. അതിനത് എനിക്ക് അക്കൗണ്ടിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാം. സോ ഒന്നെങ്കിൽ എനിക്ക് ഇവിടുന്ന് സെറ്റപ്പിലേക്ക് പോകാം, എന്നിട്ട് ഇവിടുന്ന് ഒബ്ജക്റ്റ് മാനേജർ, അക്കൗണ്ട്സ്, ഇങ്ങനെ പോകാം. അതല്ല എങ്കിൽ ഡയറക്റ്റ്ലി ഇവിടുന്ന് നമുക്ക് എഡിറ്റ് ഒബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താലും നമ്മൾ സെയിം പേജിൽ തന്നെ ലാൻഡ് ചെയ്യും. ഓൾ റൈറ്റ്, ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ റെക്കോർഡ് ടൈപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി റെക്കോർഡ് ടൈപ്സുകളൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ റെക്കോർഡ് ടൈപ്സുകളൊന്നും തന്നെ കാണുന്നില്ല. നമുക്കിവിടുന്ന് ന്യൂ എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു റെക്കോർഡ് ടൈപ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ കറൻ്റ്ലി ഒരു റെക്കോർഡ് ടൈപ്പ് എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്കൊരു മാസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. തൊട്ട് താഴെ നമുക്ക് റെക്കോർഡ് ടൈപ്പ് ലേബിൾ ആഡ് ചെയ്യാൻ പറ്റും. സോ നമുക്കിവിടെ മൊബൈൽ ഷോപ്പ് എന്ന് കൊടുക്കാം. സോ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഈ ചെക്ക് ബോക്സ് ഇനേബിൾ ആയിരിക്കണം. അതായത് ഈ ആക്റ്റീവ് ചെക്ക് ബോക്സ് ഇനേബിൾ അല്ല എങ്കിൽ ഈ റെക്കോർഡ് ടൈപ്സ് ക്രിയേറ്റ് ആവും, പക്ഷേ ഇത് വർക്ക് ആവില്ല. സോ നമ്മളിത് ആക്ടിവേറ്റ് ആക്കുക. അതിനുശേഷം ഏതൊക്കെ പ്രൊഫൈലിനാണോ ഈ ഒരു റെക്കോർഡ് ടൈപ്സ് അവൈലബിൾ ആവേണ്ടത് അവർക്ക് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. വിച്ച് മീൻസ് നിങ്ങൾക്കൊരു പ്രൊഫൈലുണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ മൊബൈൽ ഷോപ്പിൻ്റെ റെക്കോർഡ് ടൈപ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഏത് പ്രൊഫൈലാണോ അതുമാത്രം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്താൽ മതി. തൽക്കാലത്തേക്ക് ഞാനിത് അഡ്മിനിസ്ട്രേറ്ററിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സോ സിസ്റ്റം അഡ്മിൻ. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് മൊബൈൽ ഷോപ്പ് യൂസേഴ്സിന് വേണ്ടി പ്രത്യേക ഒരു പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെയും സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഓൾ റൈറ്റ്, ഇനി ഇവിടെ നിന്ന് നമ്മളൊരു പേജ് ലേഔട്ട് ക്രിയേറ്റ് ചെയ്യണം. സോ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ള എല്ലാ പേജ് ലേഔട്ടും കാണുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് പുതിയൊരു പേജ് ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനെന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കിതാ ഇവിടെ പേജ് ലേഔട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്കൊരു പുതിയ പേജിലോട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ന്യൂ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പേജ് ലേഔട്ടിൻ്റെ ബേസിസിൽ നമുക്കൊരു പുതിയ ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാം.
അതല്ലെങ്കിൽ ഫ്രം ദ സ്ക്രാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന അക്കൗണ്ട് ലേ ഔട്ട് എന്ന് പറയുന്ന ഈ ഒരു ലേ ഔട്ടിൻ്റെ ബേസിസിലാണ് പുതിയ ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ പേര് കൊടുക്കാം മൊബൈൽ ഷോപ്പ് എന്ന് തന്നെ ഇവിടെ നമുക്ക് കൊടുക്കാം. നമുക്കത് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലേ ഔട്ട് കോൺഫിഗറേഷൻ പേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് ഡീറ്റെയിൽ പേജിലുള്ള മുഴുവൻ ഫീൽഡ്സ് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ അതിൽ ആഡ് ചെയ്തിരിക്കുന്ന ബട്ടൺസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ റിലേറ്റഡ് റെക്കോർഡ്സ് ഏതൊക്കെയാണെന്നും ഓക്കെ അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ലിസ്റ്റ് ഏതൊക്കെയാണെന്നും ഉള്ള ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ചെറിയ ചേഞ്ചസുകൾ ഇവിടുന്ന് വരുത്താം. ഫോർ എക്സാമ്പിൾ ഈ SCI കോഡ് എന്ന് പറയുന്നത് ഞാൻ റിമൂവ് ചെയ്യുന്നു. അതുപോലെ എംപ്ലോയീസിൻ്റെ ID ഞാൻ അത് കിടക്കട്ടെ. അതുപോലെ നമുക്ക് ഫാക്സ് റിമൂവ് ചെയ്യാം. ഓക്കെ, അതുപോലെ നമുക്കൊരു പുതിയ സെഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്നൊരു സെഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാനതിന് മൊബൈൽ ഡീറ്റെയിൽസ് എന്ന് കൊടുത്തു. ഓക്കെ, അതിനകത്തേക്ക് 1-2 ഫോർ എക്സാമ്പിൾ ഞാൻ ലാംഗ്വേജ്, കൺട്രി, സ്റ്റേറ്റ്, എംപ്ലോയീസ് തുടങ്ങിയ ഫീൽഡ്സ് ഇവിടെ ആഡ് ചെയ്തു. സോ ബേസിക്കലി നമ്മളൊരു കസ്റ്റമൈസേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാനിത് സേവ് ചെയ്യാണ്. ഇതേപോലെ തന്നെ ഇപ്പോൾ മൊബൈൽ ഷോപ്പ് എന്ന് പറയുന്ന ഒരു പേജിലോട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് മറ്റൊരു ലേ ഔട്ട് വേണം, അതായത് കമ്പ്യൂട്ടർ ഷോപ്പിൻ്റെ ലേ ഔട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയ ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ന്യൂ, സോ ബേസ്ഡ് ഓൺ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. സോ എഗെയിൻ ഞാൻ അക്കൗണ്ട് ലേ ഔട്ട് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ അവിടുന്ന് ഞാൻ കമ്പ്യൂട്ടർ ഷോപ്പ് ലേ ഔട്ട് എന്ന് സ്റ്റാർട്ട് ചെയ്തു, സേവ് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു, സേവ് ചെയ്തു. സോ അഗെയിൻ ഇവിടെ നമുക്ക് കുറച്ച് കസ്റ്റമൈസേഷൻ വരുത്താം. നമുക്ക് തൽക്കാലം ഇവിടെ ഒരു സെഷൻ ആഡ് ചെയ്യാം. ഓക്കെ, പേര് കൊടുക്കാം നമുക്ക്. ഓക്കെ, നമുക്കതിനകത്തേക്ക് മേ ബി ഇൻഡസ്ട്രി ആൻഡ് അക്കൗണ്ട് കറൻസി ഈ 2 ഫീൽഡ് ഞാനിവിടെ ആഡ് ചെയ്തു. ഓക്കെ, ദെൻ സേവ് ഇറ്റ്. ബാക്ക് ടു റെക്കോർഡ് ടൈപ്സിലേക്ക് പോകാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്ലൈ 1 ലേഔട്ട് ഫോർ ഓൾ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലേഔട്ട് ഫോർ ഈച്ച് പ്രൊഫൈൽ എന്നൊരു ഓപ്ഷനുണ്ട്. അതായത് ഓരോ പ്രൊഫൈലിനും നമുക്ക് ഇഷ്ടപ്പെട്ട ലേഔട്ട് തിരഞ്ഞെടുക്കാം. ഫോർ എക്സാമ്പിൾ ചാറ്റർ ഫ്രീ യൂസേഴ്സിന് ഇതിലേത് ലേഔട്ട് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അതേപോലെ ഫോർ എക്സാമ്പിൾ അഡ്മിനിസ്ട്രേറ്ററിന് ഇതിലേത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി കോമൺലി ഒരു ലേഔട്ട് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇത് മതി. സോ മൊബൈൽ ഷോപ്പ് എന്ന് പറയുന്ന റെക്കോർഡ് ടൈപ്സിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന ലേഔട്ടാണ് മൊബൈൽ ഷോപ്പിൻ്റെ ലേഔട്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഷോപ്പ് എന്നുള്ള ലേഔട്ട് ഇവിടെ കാണുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പേജ് ഇവിടെ നിർത്തിയിട്ടാണ് ഇവിടുന്ന് ബാക്ക് ടു നമ്മൾ ലേഔട്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണത്തില്ല. സോ നമ്മളിതൊന്ന് റിഫ്രഷ് ചെയ്യണം ഈ പേജ്. ഓക്കെ, ഇത് റിഫ്രഷ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് അഗെയിൻ ഈ ഡീറ്റെയിൽസ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ റെക്കോർഡ് ടൈപ്സ്, എക്സാമ്പിൾ മൊബൈൽ ഷോപ്പ്, ഓക്കെ. അതുപോലെ ഇത് ആക്റ്റീവാണ്. ഞാൻ തൽക്കാലം നേരത്തെ പോലെ തന്നെ ജസ്റ്റ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിന് മാത്രമേ ഈ ഒരു റെക്കോർഡ് ടൈപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അവിടുന്ന് ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നു. ഇപ്പം നേരത്തെ പോലെ തന്നെ നമുക്ക് ഇത് ലേഔട്ട് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കണ്ടില്ലേ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത മൊബൈൽ ഷോപ്പിൻ്റെ ലേഔട്ടും കമ്പ്യൂട്ടർ ലേഔട്ടും കാണുന്നുണ്ട്. സോ അഗെയിൻ ഞാൻ മൊബൈൽ ഷോപ്പ് ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാം, സെലക്ട് ചെയ്യാം. കാരണം മൊബൈൽ ഷോപ്പിൻ്റെ റെക്കോർഡ് ടൈപ്സിന് മൊബൈൽ ഷോപ്പ് എന്ന് പറയുന്ന പേജ് ലേഔട്ടാണ് നമുക്ക് വേണ്ടത്. ഓൾ റൈറ്റ്, നമുക്ക് താഴേക്ക് പോകാം. ഇത് നമുക്ക് സേവ് ചെയ്യാം. സോ നമ്മൾ ആ റെക്കോർഡ് ടൈപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ റെക്കോർഡ് ടൈപ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ മൊബൈൽ ഷോപ്പ് എന്ന് പറയുന്ന ഈ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജ് ലേഔട്ട് ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ് ആവും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മറ്റൊരു റെക്കോർഡ് ടൈപ്സ് വേണം. അതിൻ്റെ പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ഷോപ്പ്. സോ കമ്പ്യൂട്ടർ ഷോപ്പിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു റെക്കോർഡ് ടൈപ്സ് ക്രിയേറ്റ് ചെയ്യാം. കമ്പ്യൂട്ടർ ഷോപ്പ്, അതും ആക്റ്റീവ് ആക്കാം. സോ എഗെയിൻ അതിനും നമ്മൾ സിസ്റ്റം അഡ്മിന് മാത്രമേ ആക്സസിബിലിറ്റി കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും കമ്പ്യൂട്ടർ ഷോപ്പ് എന്ന് പറയുന്ന
യൂസേഴ്സിന് വേണ്ടി കമ്പ്യൂട്ടർ ഷോപ്പിലെ യൂസേഴ്സിന് വേണ്ടിയിട്ട് പെർട്ടിക്കുലർലി ഏതെങ്കിലും ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഓൾ റൈറ്റ്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ പേജിലെവിടെ സെലക്ട് ചെയ്യണം. സോ അഗെയിൻ ഇത് കമ്പ്യൂട്ടർ ഷോപ്പ് റെക്കോർഡ് ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഷോപ്പ് എന്ന് പറയുന്ന ലേ ഔട്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അഗെയിൻ സേവ് ഇറ്റ്. ഓൾ റൈറ്റ്. അപ്പം നമ്മൾ 2 റെക്കോർഡ് ടൈപ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് നമുക്ക് അക്കൗണ്ടിലേക്ക് പോകാം. ബേസിക്കലി അതിന് നമുക്കിവിടെ ആപ്പ് ലോഞ്ചറുണ്ട്. ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാം, അക്കൗണ്ട് എന്ന് സെലക്ട് ചെയ്യുക. നമുക്ക് ഇവിടുന്ന് ന്യൂ സെലക്ട് ചെയ്യാം. കണ്ടോ, ഇപ്പം നമ്മുടെ അടുത്ത് ന്യൂ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കിപ്പോൾ നേരത്തെ പോലെ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് മൊബൈൽ ഷോപ്പാണോ കമ്പ്യൂട്ടർ ഷോപ്പാണോ എന്നുള്ളത്. ഓക്കെ, ഞാൻ മൊബൈൽ ഷോപ്പാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നിങ്ങൾക്കപ്പോൾ ഡേറ്റയിലെ വ്യത്യാസം, അതായത് ഈ ലേ ഔട്ടിൻ്റെ വ്യത്യാസം കാണാം. നമുക്ക് ഫീൽഡ്സ് ഉണ്ട്. അതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത പോലെ തന്നെ മൊബൈൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു സെഷൻ സെപ്പറേറ്റ് വരികയും അതിന് അണ്ടറിൽ കുറച്ച് ഫീൽഡ്സ് ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അതേപോലെ കാണാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് ബാക്ക് ടു അക്കൗണ്ടിൽ പോയി ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അഗെയിൻ നമുക്ക് കമ്പ്യൂട്ടർ ഷോപ്പിൻ്റെ ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ ഷോപ്പ് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, താഴെ കമ്പ്യൂട്ടർ സെഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക ലേ ഔട്ടാണ് വരുന്നത്. ഓക്കെ, ഇപ്പം നമുക്കിവിടെ കമ്പ്യൂട്ടർ എന്ന് സെലക്ട് ചെയ്യാം. റൈറ്റ് ആൻഡ് സേവ് ഇറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോയാൽ നമുക്ക് മനസ്സിലാക്കാം. കമ്പ്യൂട്ടർ സെഷൻ എന്ന് പറയുന്ന സെഷനകത്ത് കുറച്ച് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഫീൽഡ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇവിടെ നമുക്ക് കുറച്ച് ഫീൽഡുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഫാക്സ്, മൊബൈൽ, അപ്പോൾ ഇതിന് അതുപോലെ SIC കോഡ്. ഇത് നമുക്ക് കമ്പ്യൂട്ടർ ഫീൽഡിൽ മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ മൊബൈൽ ഫീൽഡിനകത്ത്, മൊബൈൽ റെക്കോർഡ് ടൈപ്സിനകത്തുള്ള റെക്കോർഡിനകത്തുനിന്ന് നമ്മൾ ഈ ഒരു ഫീൽഡ് തന്നെ എടുത്ത് കളഞ്ഞായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ കോഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 1 2 3 4 5 എന്നൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു SIC നമ്പർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് മൊബൈൽ റെക്കോർഡാണെങ്കിൽ അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽസിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ ആ SIC എന്ന് പറയുന്ന ഫീൽഡ് ഈ ഒരു പേജിൽ അവിടെ നിന്ന് റിമൂവ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഏതൊക്കെ ഫീൽഡ് വേണം, ഏതൊക്കെ ഫീൽഡ് വേണ്ട, അതുപോലെ ഓരോ ഫീൽഡിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെ വേണം എന്നൊക്കെ നമുക്ക് റെക്കോർഡ് ടൈപ്സ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. മറ്റൊരു ഉപയോഗം നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ റേറ്റിംഗ് എന്ന് പറയുന്നൊരു ഫീൽഡ് കാണുന്നുണ്ട്. ഇതൊരു പിക്ലെസ് ഫീൽഡാണ്. ഇപ്പോൾ ഈ റേറ്റിങ്ങിനകത്ത് നമ്മൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹോട്ട്, വാം, സൂപ്പർ ഹോട്ട്, വെരി ഹോട്ട് എന്ന് പറഞ്ഞ ഒരു 1 2 3 4 ഒരു 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ ഷോപ്പിന് എനിക്ക് ഇത്ര ഓപ്ഷൻസിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഹോട്ട് ആൻഡ് വാം മതി. അതുപോലെ തന്നെ എൻ്റെ മൊബൈൽ ഷോപ്പിന് എനിക്ക് പക്ഷേ ഹോട്ട്, വാം, സൂപ്പർ ഹോട്ട് ഇത് 3 വേണം. ഇതാണ് എൻ്റെ റിക്വയർമെൻറ്റ്. എങ്കിൽ നമ്മൾ എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യും? ഇതിന് വേണ്ടിയിട്ട് നമ്മൾ റെക്കോർഡ് ടൈപ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റിലേക്കൊന്ന് പോകാം. എഡിറ്റ് ഒബ്ജക്റ്റ് കൊടുക്കാം. സോ നമ്മൾ അക്കൗണ്ടിൻ്റെ എഡിറ്റ് വേർഷനിലേക്ക് എത്തും. ഇവിടുന്ന് നമുക്ക് റെക്കോർഡ് ടൈപ്സിലേക്ക് പോകാം. ഓക്കെ, എന്നിട്ട് ഏത് റെക്കോർഡ് ടൈപ്സ് ആണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് കമ്പ്യൂട്ടർ ഷോപ്പ് വേണം. കമ്പ്യൂട്ടർ ഷോപ്പ് എടുത്തു. ഇനി ഇതിനകത്ത് നമ്മൾ പറഞ്ഞ റിക്വയർമെൻറ്റ് നോക്കാം. നമുക്ക് വേണ്ടത് ഇവിടെ നോക്കിക്കേ, നമ്മുടെ പേജിനകത്തുള്ള എല്ലാ പിക്ക് ലിസ്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇതിനകത്തുനിന്ന് നമുക്ക് വേണ്ടത് റേറ്റിംഗ് ആണ് അല്ലേ. ഇപ്പോൾ നമുക്ക് റേറ്റിംഗ് എഡിറ്റ് ചെയ്യാം. എന്നിട്ട് റേറ്റിങ്ങിനകത്ത് ഏതൊക്കെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി എല്ലാ ഫീൽഡ് വാല്യൂസും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ ഷോപ്പിന് ഹോട്ട് ആൻഡ് വാം മാത്രം മതി. അപ്പം നമുക്ക് ഇത് രണ്ടും റിമൂവ്. സോ ഇത് രണ്ടും ഞാൻ സെലക്ട് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം ഹോട്ട് ആൻഡ് വാം ഉണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണത്തെ നമുക്ക് ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിനെ ഓട്ടോമാറ്റിക്കലി വാം ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിത് സേവ് ചെയ്തു. അതേപോലെ തന്നെ ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ഷോപ്പ് സെറ്റായി. ഇനി അതുപോലെ നമുക്ക് മൊബൈൽ ഷോപ്പും ചേഞ്ച് ചെയ്യിക്കാം. മൊബൈൽ ഷോപ്പിൽ ഞാൻ വീണ്ടും വന്നു. ഇതിനകത്തുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ പിക്ലെസ് ഫീൽഡുകളും ഇതിനകത്തും കാണാൻ പറ്റും. ഇതിനകത്തുനിന്ന് ഞാൻ റേറ്റിംഗ് എഡിറ്റ് ചെയ്യാം. എഗെയിൻ ഇവിടെയും എല്ലാ ഫീൽഡ്സും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ വേണമായിരുന്നു? ഹോട്ട്, വാം ആൻഡ് സൂപ്പർ ഹോട്ട് വേണം. അതായത് വെരി ഹോട്ട് എനിക്ക് വേണ്ട. ഓൾ റൈറ്റ്, അപ്പം എനിക്ക് ഹോട്ട് ആൻഡ് വാം ആൻഡ് സൂപ്പർ ഹോട്ട് ഉണ്ട്. ഞാൻ ഇതിനകത്ത് ഡീഫോൾട്ടായിട്ട് ഹോട്ട് എന്നും കൊടുത്തു. ഓൾ റൈറ്റ്, സേവ് ഇറ്റ്. ഫൈൻ. നമുക്കിനി ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇവിടെ ന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. മൊബൈൽ ഷോപ്പ് വേണോ കമ്പ്യൂട്ടർ ഷോപ്പ് വേണോ? ഓക്കെ, നമ്മളിപ്പോൾ മൊബൈൽ ഷോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഞാനിവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ
കണ്ടില്ലേ, റേറ്റിങ്ങിനകത്ത് ഓട്ടോമാറ്റിക്കലി ഹോട്ട് എന്ന് പറയുന്നത് പ്രീ ഫിൽഡായിട്ട് ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്താൽ നേരത്തെ കണ്ട പോലെ എല്ലാ ഓപ്ഷൻസും ഇല്ല. ഹോട്ട്, വോം ആൻഡ് സൂപ്പർ ഹോട്ട്, ഈ 3 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. വെരി ഹോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. ഇപ്പം നമുക്കിത് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ സൂപ്പർ ഹോട്ട് എന്ന് കൊടുത്തു. എന്നിട്ട് നമുക്കൊരു പേര് കൊടുക്കാം, സംതിങ്, ആൻഡ് സേവ് ഇറ്റ്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ ഷോപ്പിന് വേണ്ടിയിട്ടും ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാം. സോ ഇവിടുന്ന് ഞാൻ ന്യൂ സെലക്ട് ചെയ്തു, കമ്പ്യൂട്ടർ ഷോപ്പ് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ കണ്ടല്ലേ, ബൈ ഡിഫോൾട്ട് റേറ്റിംഗ് എന്ന് പറയുന്ന പിക്ക് ലിസ്റ്റ് ഫീൽഡിൽ വോമാണ് സെലക്ട് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ആകെ 2 ഫീൽഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു, ഹോട്ട് ആൻഡ് വോം. ഇത് രണ്ടും മാത്രമേ, 2 പിക്ക് ലിസ്റ്റ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ ഇപ്പോൾ ഓപ്ഷനില്ല. സോ നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. വേണമെങ്കിൽ ഇത് തന്നെ സെലക്ട് ആക്കാം, അല്ലെങ്കിൽ മാറ്റി കൊടുക്കാം. ആൻഡ് ലെറ്റ്സ് ക്രിയേറ്റ് അനദർ റെക്കോർഡ്. ഓൾ റൈറ്റ്, സോ ദാറ്റ്സ് ഇറ്റ്. വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുപോലെ നിങ്ങൾക്ക് സെയിൽഫോഴ്സ് ഇഷ്ടപ്പെടുകയും സെയിൽഫോഴ്സിലേക്ക് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോട് കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.